കേരളത്തിലെ ആദ്യത്തെ ഇല്യൂഷൻ പാർക്കായ കൂത്തുപറമ്പിനടുത്ത കായലോട്ടെ വണ്ടർടൈൻമെന്റ് ഇല്യൂഷൻ പാർക്കിന്റെ പ്രവർത്തനം ഇനി സൗരോർജ്ജത്തിൽ. കേരള വിഷന്റെയും കണ്ണൂർ വിഷന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന KV സോളാറാണ് പാർക്കിൽ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി MR രജീഷ് സോളാർ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തു. സോളാർ പ്ലാന്റാണ് കായലോട്ടെ വണ്ടർടൈൻമെന്റ് ഇല്യൂഷൻ പാർക്കിൽ സ്ഥാപിച്ചത്. കേരള വിഷന്റെയും കണ്ണൂർ വിഷന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന KV സോളാറാണ് പാർക്കിൽ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി MR രജീഷ് സോളാർ പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു പ്രത്യേകത, കഴിഞ്ഞ 30 വർഷമായി മറ്റൊരു മേഖലയിൽ തൊഴിലെടുത്ത് ഈ സമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു ഭാഗം ഓപ്പറേറ്റർമാരാണ് ഇതിൻ്റെ ഈ പദ്ധതിയുടെ പിറകിൽ ഉള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ സർവീസ് ഇനത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സോളാറിന് കസ്റ്റമർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് സർവീസുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ലഭ്യത കുറവാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇവിടെ തന്നെ ഈ നാട്ടിൽ തന്നെ ഈ ഇത്തരം രീതികൾ ചെയ്തു വരുന്നതുകൊണ്ട് വളരെ ആദ്യമായിട്ട് നമുക്ക് ഈ പദ്ധതിയായിട്ട് വരുമ്പോൾ നമ്മൾ ആകെ മുന്നോട്ട് വെച്ചതാണ് ഇതിൻ്റെ സർവീസ് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് ഒരു കൊല്ലം കൊണ്ട് ഏതാണ്ട് 500-ലേറെ സോളാർ പദ്ധതികൾ, അത് ചെറിയ പദ്ധതികൾ മുതൽ വലിയ കൊമേഴ്ഷ്യൽ പദ്ധതികളടക്കം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ശ്രീശാട്ടിൻ്റെ ഈ ഇല്യൂഷൻ പാർക്കിൽ നമ്മൾ 30 KV സോളാർ പദ്ധതി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. തുടർന്നങ്ങോട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് ഇതിൻ്റെ സർവീസ് അടക്കം നൽകിക്കൊണ്ട് എല്ലാവിധ ഇതും ശ്രീശാട്ടിന് വേണ്ടുന്ന എല്ലാ സംവിധാനവും നമുക്ക് നമ്മുടെ KV സോളാറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്ന കൂടി പറഞ്ഞുകൊണ്ടാണ് ഇത് ഒരു ഔപചാരിക ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയുന്നത്. കോർപ്പറേറ്റ് കമ്പനികൾക്ക് പോലും നൽകാനാവാത്ത തരത്തിൽ അതിവേഗത്തിൽ സർവീസ് ഉൾപ്പെടെ ലഭിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് KV സോളാർ തിരഞ്ഞെടുത്തതെന്ന് പാർക്കിംഗ് മാനേജിംഗ് ഡയറക്ടർ KT ശ്രീജൻ പറഞ്ഞു. നമ്മൾ ഈ സോളാർ ഇപ്പോൾ ഒരു തരംഗമാണല്ലോ. അപ്പോൾ ഒരുപാട് ഏജൻസീസ് ഉണ്ട്. വലിയ വൻകിട കമ്പനികൾ മുതൽ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ, കോർപ്പറേറ്റ് കമ്പനികൾ വരെയുണ്ട്. പക്ഷെ അവിടെ ഒന്നും നമുക്ക് കിട്ടാത്തൊരു സംഭവം എന്ന് വെച്ചാൽ ഒരു റിലേഷൻഷിപ്പാണ്. ഇപ്പോൾ കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും സർവീസ് ചെയ്യാൻ വേണ്ടി ആൾ വരിക നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ നമ്മുടെ കണ്ണൂർ വിഷൻ ചാനലിൻ്റെ അവരുടെ തന്നെ KV സോളാർ അത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ചാനൽ ഓൾറെഡി പണ്ടേ വർഷങ്ങളായിട്ട് നമ്മൾ ചാനൽ യൂസ് ചെയ്യുന്ന അവരുടെ സർവീസൊക്കെ നല്ലതാണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഇങ്ങനൊരു KV സോളാർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെറിയ കാര്യത്തിന് ഇവർ ഓടി വരുന്നുണ്ട്. കാര്യങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിലും അവർ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. ഇതുവരെ ഒരു ബുദ്ധിമുട്ടുമില്ല. മേലിലും അങ്ങനെ തന്നെ കിട്ടുന്നുള്ള വിശ്വാസമുണ്ട്. കാരണം ഇവരുടെ ഞാൻ കണ്ടത് ഏറ്റവും വലുത് ഇവരുടെ നെറ്റ്വർക്കാണ്. അപ്പോൾ ആ നെറ്റ്വർക്കാണ് ഏറ്റവും വലിയ, പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് നമ്മൾ സർവീസ് സപ്പോർട്ടാണ് ഇമ്പോർട്ടൻറ്റ്. മെഷീന് കുറേ വലിയ കോസ്റ്റ്ലി മെഷീൻ വെച്ചിട്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ സർവീസാണ് വളരെ മോസ്റ്റ് വളരെ ഇതുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത് ഇതുവരെ നല്ല സർവീസാണ്. എന്ത് കാര്യത്തിൽ ഇടയ്ക്ക് വിളിക്കൂ, പ്രൊഡക്ഷനൊക്കെ കിട്ടുന്നുണ്ടെന്ന് അന്വേഷിക്കുന്നുണ്ട്. അതൊക്കെ വലിയൊരു സംഭവമാണ്. നമുക്ക് ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ നിന്ന് കിട്ടാത്തൊരു സർവീസാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ വിഷൻ MD M വിനീഷ് കുമാർ, KV സോളാർ MD KV വിനയകുമാർ, പ്രൊജക്ട് മാനേജർ ശിവപ്രസാദ്, KTS മാനേജർ CL ബിജേഷ്, KV സോളാർ മാർക്കറ്റിംഗ് മാനേജർ VC ജിതീഷ്, രജന ശ്രീജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരു വർഷത്തിനിടെ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ചെറുതും വലുതുമായ 500ഓളം സോളാർ പ്ലാന്റുകൾ KV സോളാറിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.